നമസ്കാരം. ഇവിടെ നെട്ടോട്ടം, അവിടെ താലികെട്ട്. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. കേരളത്തിലെ ബാങ്കുകൾക്ക് മുന്നിലെ നീണ്ട ക്യൂവിന് കാരണം മലയാളികളുടെ ആഡംബര ഭ്രമവും ധൂർത്തുമാണെന്ന് കുമ്മനം ചേട്ടൻ കണ്ടെത്തിയിരിക്കുന്നു. ജീവിക്കാൻ 100 രൂപ നോട്ട് മതി, അതിനു പകരം 500, 1000 നോട്ടുകൾക്കായുള്ള പരക്കം പാച്ചിൽ ധൂർത്തിനു വേണ്ടി തന്നെ. ഭാരതത്തിൽ 80% ജനങ്ങൾ ഉപയോഗിക്കുന്ന നോട്ട് എന്ന് പറയുന്നത് സാധാരണ 100-ന്റെ നോട്ടാണ്. ഇതിനു മുമ്പ് സാമ്പത്തിക സർവേയിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നതാണ് കേരളത്തിൽ കൂടുതൽ 500-ന്റെ നോട്ട് ഉണ്ട്, 1000-ന്റെ നോട്ടുണ്ട്. കാരണം ഒരു ഉപഭോഗ സംസ്കാരമാണ് കേരളം. ആഡംബരവും ധൂർത്തും ധാരാളമുള്ള ഒരു നാടാണ് കേരളം. ഏത് സുഖലോലുപമായ ജീവിതം നയിക്കുന്നവരുടെ നാടാണ്. ഇവിടെ ഏത് തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും സുഖഭോഗ വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ ഏറ്റവും വലിയ ചെലവാകുന്നത് ഈ കേരളത്തിലാണ്. മലയാളികളുടെ ആഡംബര ഭ്രമത്തെക്കുറിച്ച് പറയുന്ന കുമ്മനത്തിൻ്റെ ശ്രദ്ധ കർണാടകത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ജനങ്ങൾ നോട്ടിനായി നെട്ടോട്ടമോടുമ്പോൾ BJP നേതാവും മുൻ മന്ത്രിയുമായ ഖനി വ്യവസായിയുടെ മകൾക്ക് 500 കോടി രൂപ ചെലവിട്ട് ആഡംബര വിവാഹം. ജനാർദ്ദന റെഡ്ഡിയുടെ മകളുടെ ആഡംബര വിവാഹത്തെക്കുറിച്ച് ആദായനികുതി വകുപ്പും കണക്കെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു PP ഊതിയ ഇവിടെ 5 PP ഊതിക്കും ഞാൻ. അവിടെ ഒരു ചെണ്ട മുഴങ്ങിയ ഇവിടെ 5 ചെണ്ട മുഴങ്ങണം. അവിടെ 1000 പേർക്ക് സദ്യ കൊടുത്താൽ ഇവിടെ 2000 പേർക്ക് സദ്യ കൊടുക്കും ഞാൻ. ബന്നി ബന്ധുക്കളെ, ബന്നി ബന്ധു ബാന്ധവരേ, ബന്നി ബന്നി സ്നേഹിതരേ, ബന്നി നമ്മാത്മീയരേ. എനിക്കോ 5 ക്ലാസിന്റെ പഠിപ്പോ തറവാടിത്തോ പാരമ്പര്യമോ ഒരു മണ്ണാങ്കട്ടയില്ല. പക്ഷെ എനിക്കില്ലാത്തേക്ക് എന്റെ മോക്കും ഒരു യമണ്ടം വീട്, പുത്തൻ കാറ്, സ്വാന പണം, നല്ലൊരച്ഛൻ, നല്ലൊരമ്മ. അതില്ല, അവൾക്കും മറുപടിയല്ല. ഒന്നാം തരം ചെറുക്കൻ, നല്ല പാരമ്പര്യമുള്ള തറവാട്ടി പറഞ്ഞ പഠിപ്പുള്ള അന്തസ്സുള്ളൊരു ചെറുക്കൻ. രാജീവ് റെഡ്ഡി. ಬನ್ನಿ ಬನ್ನಿ ಮದುವೆ ಸಂಭ್ರಮಕ್ಕೆ ಆ ದಿನ ನೀವು ಸಂಪೂರ್ಣ ನಮ್ಮ ಅಧೀನ. ಬನ್ನಿ ಬನ್ನಿ ನಿಮ್ಮ ಶುಭ ಹರಕೆ. ನಿಮ್ಮ ಹೃದಯ, ನಿಮ್ಮ ಸಮಯ ನಮಗೆ ಪ್ರಧಾನ. ಹರಸಿ ನಗಿಸಿ ತೀರಿಸಿ ನಮ್ಮ ಬಯಕೆ. അധ്വാനിച്ചുണ്ടാക്കിയ 4500 രൂപ ബാങ്കിൽ പോയി മാറുമ്പോൾ കൈവിരലിൽ മഷി അടിച്ചു വിടുമ്പോഴാണ് കള്ളപ്പണ കിലുക്കത്തിൻ്റെ ഈ ധൂർത്ത്. മോഡിയുടെ അനുയായിയായ ഒരു വിദ്വാൻ കർണാടകത്തിൽ 500 കോടി രൂപ മുടക്കി കല്യാണം നടത്തുന്ന വാർത്ത കണ്ടില്ലേ? അയാൾക്ക് എന്തേ ആ വോട്ട് നിരോധനം പ്രശ്നമാകുന്നില്ല? അപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് വശം മനസ്സിലാക്കിയില്ലേ? കാശുള്ളവൻ കപ്പൽ വാങ്ങുമ്പോൾ കാശില്ലാത്തോൻ വെടികൊണ്ട് മരിക്കുന്നു. പണമുള്ളവൻ മാളിക പണിയുമ്പോൾ പാവങ്ങളോ പാറാവിരിക്കുന്നു. നമ്മളെ ഇത്രയും നാളും വലിയ കെട്ടി മുറുക്കിയ ഇവിടുത്തെ കുത്തക, ഇവിടുത്തെ വൻ മുതലാളിത്തത്തിന്റെ ജന്മിത്വത്തിന്റെ ശക്തികളുടെ ആ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയാണ്. നീ ഒന്നും പണയണ്ട. ആഡംബര കല്യാണത്തെക്കുറിച്ച് മാത്രമല്ല, നോട്ടിൻ്റെ കാര്യവും VSന് പറയാനുണ്ട്. നോട്ടിൻ്റെ കാര്യത്തിൽ VS അച്യുതാനന്ദൻ ഇതുവരെ ഒന്നും കാര്യമായി പറഞ്ഞില്ലല്ലോ എന്ന് കരുതിയിരിക്കുകയായിരുന്നു. കാത്തിരിപ്പ് അധികം നീണ്ടില്ല. പ്രധാനമന്ത്രിയുടെ നോട്ട് പരിഷ്കാരത്തിനെതിരെ VS സ്വതസിദ്ധ ശൈലിയിൽ കത്തിക്കയറുന്നു. സഹകരണ ഹർത്താൽ ഉദ്ഘാടനം ചെയ്യവെയായിരുന്നു VSൻ്റെ പ്രസംഗം. കള്ളപ്പണത്തിനെതിരായ കേന്ദ്ര സർക്കാർ നടപടിയിലെ ആത്മാർത്ഥത ചോദ്യം ചെയ്താണ് പ്രധാനമന്ത്രിയെ ലക്ഷ്യമിട്ട് VSൻ്റെ ഈ ആട്ടക്കഥ. കള്ളപ്പണം ഇല്ലാതാക്കാനുള്ള നടപടി എന്ന പേര് പറഞ്ഞാണ് മോഡിയും കൂട്ടരും നോട്ടുകൾ നിരോധിച്ചിരിക്കുന്നത്.
എന്നാൽ മോഡിയുടെ വാക്കിന് വല്ല വിലയുമുണ്ടോ? വലിയ വായിൽ പലതും തട്ടിവിടുന്നതല്ലാതെ പറയുന്ന കാര്യത്തിൽ മോദിക്ക് വല്ല ആത്മാർത്ഥതയുമുണ്ടോ? ഓർക്കുന്നില്ലേ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് മോഡി ഇന്ത്യക്കാരോട് പറഞ്ഞ വാഗ്ദാനം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 100 ദിവസത്തിനകം വിദേശ രാജ്യങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ള ഇന്ത്യക്കാരുടെ കള്ളപ്പണം മുഴുവൻ കണ്ടുകെട്ടിക്കൊണ്ടുവരുമെന്നും അത് ഇന്ത്യയിലെ പൗരന്മാർക്ക് വീതിച്ചു നൽകുമെന്നും അതുവഴി ഓരോ ഇന്ത്യക്കാരനും 15 ലക്ഷം രൂപ വീതം ലഭിക്കുമെന്നുമാണ് അന്ന് മോദി പറഞ്ഞത്. ഇപ്പോഴെന്തായി? 100ന്റെ സ്ഥാനത്ത് ഇപ്പോൾ 1000 ദിവസമാകാൻ പോകുന്നു മോഡി അധികാരത്തിൽ വന്നിട്ട്. നിങ്ങൾക്കൊക്കെ അക്കൗണ്ടിൽ എത്ര രൂപ കിട്ടി? പ്രധാനമന്ത്രിയുടെ വിദേശ യാത്രകളെക്കുറിച്ച് പണ്ടേ VS-ന് അസൂയയാണ്. നോട്ട് റദ്ദാക്കിയിട്ട് ജപ്പാനിലേക്ക് മോദി ഫ്ലൈറ്റ് പിടിച്ചതിലാണ് VS-ന് പരാതി. അധികാരത്തിൽ വന്ന ഉടനെ മോഡി വിദേശത്തേക്ക് പറക്കുകയായിരുന്നു, രാജ്യമാകെ ചുറ്റിയടിക്കുകയായിരുന്നു. അന്ന് ഞാൻ മോഡിയെപ്പറ്റി പറഞ്ഞ നമ്മുടെ പ്രധാനമന്ത്രി ആളൊരു ഉലകം ചുറ്റും വാലിബനാണ് എന്ന് ആ പേര് അദ്ദേഹത്തിന് ഇപ്പോഴും മുറ തെറ്റാതെ അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയിലെ കോടിക്കണക്കിന് സാധാരണക്കാരുടെ വയറ്റത്തടിച്ച് നോട്ട് നിരോധിച്ച് ഉടനെ മോഡി പറന്നു ജപ്പാനിലേക്ക്. മോഡി എവിടെ പോയി? കുശാലായി ചാപ്പാടടിക്കുന്നു, പാട്ടുപാടി രസിക്കുന്നു, കുഴലൂതുന്നു, ഡാൻസ് ചെയ്യുന്നു. അങ്ങനെ ജോറായി രസിച്ച് നടക്കുകയാണ്. ഇവിടെയോ അധ്വാനിച്ചുണ്ടാക്കിയതിൽ നിന്ന് മിച്ചമുണ്ടാക്കിയെടുത്ത പണമാണ് സാധാരണക്കാരുടെ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. അത് വാങ്ങാനുള്ള പണി പോലും ചെയ്യാൻ കഴിയാതെ ബാങ്കുകൾക്ക് മുമ്പിൽ ക്യൂ നിന്ന് ജീവിതം നരകിക്കുകയാണ്. தமிழ் படங்களை மறந்து வச்சுக்கிட்டு மீசை முறுக்கிக்கிட்டு லுங்கி கட்டிக்கிட்டு நம்பியாரு கபாலி அப்படின்னு சொன்ன உடனே குனிஞ்சி சொல்லுங்க எஜுமா அப்படி வந்து நிப்பானே, அந்த மாதிரி கபாலியா நினைச்சியாடா? கபாலிடா. ബാങ്കിൽ വിരലിൽ മഷി കുത്തുന്ന തീരുമാനത്തെ പ്രധാനമന്ത്രി സ്വന്തം അമ്മയോട് ചെയ്ത അനീതി എന്നാണ് VS വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ പണം പിൻവലിക്കുന്നവരെ മുഴുവൻ ചാപ്പ കുത്താനാണ് മോഡി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ മനുഷ്യരെ മുഴുവൻ കള്ളന്മാരാക്കുകയല്ലേ മോഡി ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചാപ്പ കുത്താൻ ചിലവഴിക്കുന്ന സമയവും അധ്വാനവും കൊണ്ട് ആവശ്യമുള്ള പണം ബാങ്കുകളിൽ എത്തിക്കാവുന്നതല്ലേ? എന്തേ അത് ചെയ്യാതെ ഇത്തരം ദുഷ്ടബുദ്ധി കാട്ടി ജനങ്ങളെ ദ്രോഹിക്കുന്നു? മോഡി പാപം അദ്ദേഹത്തിന്റെ അമ്മയുടെ കയ്യിൽ വരെ ചാപ്പ കുത്തിയില്ലേ? 95 വയസ്സ് കഴിഞ്ഞ ആ അമ്മയുടെ ശാപത്തിൽ നിന്ന് മോഡിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? മാപ്പു നൽകു മഹാമതേ, മാപ്പു നൽകു ഗുണനിധേ. ഏതായാലും ചാപ്പ കുത്തുന്ന ഒരു പ്രധാനമന്ത്രിയെ ലോകത്തിന് സമ്മാനിക്കാൻ BJPക്കാർക്ക് കഴിഞ്ഞു എന്നത് അവർക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. മോദി പറയുന്നത് നോട്ട് നിരോധനത്തിന്റെ പേരിൽ തന്നെ വേണമെങ്കിൽ തൂക്കിലേറ്റു എന്നാണ്. എന്നിട്ട് അട്ടഹസിക്കുന്നു, ഇടയ്ക്ക് കരയുന്നു, കണ്ണീർ വാർത്തുന്നു.
ചിലപ്പോൾ പൊട്ടിക്കരയുന്നു, മറ്റു ചിലപ്പോൾ ആളുകളെ താണുവീണ് വഴങ്ങുന്നു. പാവം ആ അദ്വാനിയെ പോലും താണു വണങ്ങി മോഡി കുപ്പിയിലാക്കിയില്ലേ? പുരുഷു എന്നെ അനുഗ്രഹിക്കണം, പുരുഷു എന്നെ അനുഗ്രഹിക്കണം. അദ്വാനിയെ ഒതുക്കിയത് മാത്രമല്ല, VS ഒതുക്കിയതും നമുക്ക് ഓർമ്മ വരും. 50 ദിവസം കഴിഞ്ഞും പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ജനങ്ങളുടെ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രിക്ക് ശിക്ഷയല്ല നൽകേണ്ടത് എന്നാണ് VS പക്ഷം. അതുകൊണ്ട് മോഡിയെ തൂക്കിലേറ്റുകയല്ല വേണ്ടത്, പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്നവരെ അയക്കുന്ന ചില സ്ഥലങ്ങളില്ലേ, അങ്ങോട്ട് അയക്കുകയാണ് വേണ്ടത്. നമ്മ ദാസപ്പൻ കുട്ടിയും രാജപ്പനും കുട്ടപ്പനും ഒക്കെ പറയുന്നു എന്റെ പെരുമാറ്റത്തിൽ എന്തെല്ലോ മാറ്റങ്ങളുണ്ടെന്ന്. ഡോക്ടർ ഒന്ന് നോക്കിക്കേ. പെരുമാറ്റത്തിൽ ഇത്തിരി പ്രശ്നമുണ്ടല്ലോ. അപ്പൊ എളുപ്പം ചികിത്സിക്കണല്ലോ. ചികിത്സിക്കാം ഇത്തിരി കഴിഞ്ഞോട്ടെ. ഞാനേ അകത്തൊരാളെ മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് ഇങ്ങനെ ചികിത്സിച്ചോണ്ടിരിക്കുക. അത് കഴിഞ്ഞോട്ടെ, എന്നിട്ട് നോക്കാം. ഇനി അല്പം കൃഷികാര്യം. എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ പൊക്കാളി കൃഷിക്ക് ജില്ലാ പഞ്ചായത്ത് വനിതാ പ്രസിഡന്റും പരിവാരങ്ങളും വന്നെങ്കിലും പാടവരമ്പ് കടക്കുവാൻ പെടാപ്പാടുപെട്ടു. പ്രസിഡന്റിന് പാടവരമ്പത്തൂടെ എത്താൻ വലിയ ബുദ്ധിമുട്ടായാൽ എന്തു ചെയ്യും? പാർട്ടി പ്രവർത്തകർ രക്ഷിക്കുക തന്നെ. എന്താ സാറേ ഇത്? 1 മണിക്കൂറായിട്ട് യൂണിറ്റ് വെയിറ്റ് ചെയ്യാം. അത് ഞങ്ങള് ക്ഷേത്രത്തിലൊന്ന് കയറി തൊഴുതു, എല്ലാം നന്നായി വരണമല്ലോ. പൂവിൻ കന്നിത്തുറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല. മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം. പാടവരമ്പ് കടന്നാൽ പിന്നെ നടിയിൽ ഉദ്ഘാടനമായി. കൃഷിയാണോ? ഉദ്ഘാടനത്തിന് നടൻ ശ്രീനിവാസൻ തന്നെ വേണം. പണ്ട് പൊക്കാളിപ്പാടത്ത് വള്ളത്തിൽ പോയി വള്ളം മറിഞ്ഞ് വെള്ളത്തിൽ വീണ ശേഷം ശ്രീനിവാസൻ കുറച്ചുകൂടി ജാഗ്രതയിലാണ്. ഈ നടുവിലുള്ളതാണോ ക്ലച്ച്? എത്ര പ്രാവശ്യം ഞാൻ താഴോട്ട് നോക്കരുതെന്ന്? പിന്നെ ക്ലച്ച് ഏതാണെന്ന് അറിയണ്ടേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ ഓടിച്ചോളി. നിങ്ങളോ? അല്ല, സാറിന് തോന്നിയല്ല അങ്ങ് ഓടിച്ചോ. ഞാൻ ഓടിക്കും. ഞാനേ പോളിടെക്നിക്ക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. അതിനാരെതിരെന്ന് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ അല്ല സാറ് തന്നെ അങ്ങോട്ട് ഓടിച്ചോ. ഞാൻ ഓടിക്കാം. എന്താ മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോവാ? ബ്രേക്ക് ഔട്ട് ചെയ്ത് ബ്രേക്ക് എവിടെ? ബ്രേക്കിന്റെ ഞാൻ ഔട്ടിക്കോളാം. എവിടത്തെ കാര്യങ്ങൾ കൊണ്ടാണ്? വക്രദൃഷ്ടിയിൽ ഇനി ഇടവേള. തോട്ടിൻ കരകളിൽ വിമാനത്താവളങ്ങൾ വരവായി. പരുത്തിപ്പാറയിലെ പട്ടിണി പാവങ്ങളായ ജനങ്ങൾക്ക് ഒരു വിമാനത്താവളം കിട്ടിയേ തീരുവെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഒരു വിമാനത്താവളം അനുവദിക്കേണ്ടതുണ്ട് എന്നാവശ്യപ്പെട്ടു.